ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സൗഹൃദത്തിന്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സൗഹൃദം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അടുത്തിടെ ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് പറഞ്ഞ വാക്കുകളാണ് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഇസ്രയേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് എനിക്കും എന്റെ രാജ്യത്തിനും കിട്ടുന്ന പിന്തുണ അവിശ്വസനീയമാണ്. ഇതാണ് ആ വാക്കുകൾ. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രയേലിന്റെ ശക്തമായ സഖ്യകക്ഷി അമേരിക്കയാണ് എന്ന് പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് നെതന്യാഹു ഈ പ്രസ്താവന നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇത് ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം എത്രത്തോളം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഇന്ന് വെറും ഒരു നയതന്ത്ര ബന്ധം മാത്രമല്ല. സുരക്ഷയുടെ കാര്യത്തിലായാലും ഭീകരവാദത്തിനെതിരെ ആയാലും സാങ്കേതിക വിദ്യയും ഷെയർ ചെയ്യുന്നതായാലും വ്യാപാരത്തിലും കൂടാതെ പല മേഖലകളിൽ ഇസ്രയേലിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യ വലിയ സഹായമാണ് നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രിമാരായ മോദിയും നെതന്യാഹുവും തമ്മിൽ നല്ല വ്യക്തിപരമായ ബന്ധമുണ്ട്. 2017 PM മോദി ഇസ്രയേൽ സന്ദർശനം നടത്തിയപ്പോൾ നെതന്യാഹു നേരിട്ട് എയർപോർട്ടിലെത്തി സ്വീകരിച്ചത് ലോകം കണ്ടതാണ്. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയും ഇസ്രയേലും ഒരു പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായി 17 കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. ഈ സൗഹൃദത്തിന്റെ മറ്റൊരു അടയാളം കൂടിയുണ്ട്. ഇസ്രയേലിൽ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നു എന്നതും രണ്ട് രാജ്യങ്ങളുടെയും സാംസ്കാരിക ബന്ധത്തെ കൂടി കാണിക്കുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു മഹാനായ നേതാവിന്റെ പേരും പാരമ്പര്യവും ഇനി ഇസ്രയേലിലും മുഴങ്ങും എന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ അഭിമാനമാണ്.